ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഡിഷുമായിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതിന് നമുക്ക് ചിക്കൻ പെരട്ടുന്നോ ചിക്കൻ വറ്റിച്ചെടുത്തുന്നോ ചിക്കൻ പെരട്ടിയെടുത്തുന്നോ എന്ത് പേര് വാങ്ങി കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചിക്കൻ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു തക്കാളി, ചെറിയ തക്കാളി, പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി. വെളുത്തുള്ളി ഒരു 5-10 അല്ലി ഉണ്ടാവും, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു പച്ചമുളക്. ഇത് ഒന്ന് ചതക്കിയെടുത്തതാണ്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയ ജീരകം, പിന്നെ കുറച്ച് നമ്മൾ ഗരം മസാല ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ സുർക്ക, വൈറ്റ് വിനീഗർ. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സംഭവം സിമ്പിളാണ്, വലിയ പരിപാടിയൊന്നുമില്ല. ഒരു ചട്ടി എടുക്കുക, ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. ഈ നോൺ സ്റ്റിക്കിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ ഉരുളി. ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അയൺ കണ്ടൻറ്റും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാം. ചിക്കൻ ഞാൻ ചട്ടിയിൽക്കിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉള്ളി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക, ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക, നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകിൻ്റെത് അത് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് ഇടണം, വലിയ പരിപാടിയൊന്നുമില്ല ഇട്ടത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ കറിവേപ്പില ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. കറിവേപ്പില നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് തട്ടാ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു 2-3 തണ്ട് കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കും. ഞാനത് കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ചില്ലി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ഇതായി വരുമ്പോൾ വിനീഗറും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇതാ ഞാൻ എല്ലാം ചേർത്തിട്ട് നന്നായി പരട്ടി വെച്ചതാണ്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ചെറിയ തീയിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതിനെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് വേവിക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കുക. ഞാൻ മക്കളൊക്കെ കഴിക്കുന്ന കാരണം കുറച്ച് എരിവ് കുറച്ചിട്ടുണ്ട്. അത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കന് എടുത്ത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇതൊക്കെ നോക്കട്ടോ. ഇത് കുറവാണെങ്കിൽ എരിവൊന്നും ചേർക്കാൻ നോക്കണ്ട. നമ്മൾ കാരണം മുളകിൻ്റെ ചില്ലി ഫ്ലെക്സ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇത് കുറച്ചും കൂടി കൂടും. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അടി പിടിക്കാതെ ഇടയ്ക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇതിങ്ങനെ ഈ കറി ചാറൊക്കെ ഇങ്ങനെ തരണ്ട് നല്ല ഡ്രൈ ആയി വരണം. അപ്പം ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ഇതിലേക്ക് കുറച്ചും കൂടെ സുറുക്കയും വെളിച്ചെണ്ണയും ഒക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കും, കറിവേപ്പിലും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചൊന്നുകൂടെ വേവിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഇങ്ങനെ കണ്ടാം കറിയൊക്കെ വറ്റി ഉഷാറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ട് ഈ സമയത്താണ് ഈ ചില്ലി ചേർത്ത് വെക്കുന്നുണ്ടാവും. കൂടുതലും ചേർക്കേണ്ട, വെറുതെ കുറച്ച് ടേസ്റ്റിന് കുറച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിലേൻ്റെയും. ഞാൻ ഒന്നുകൂടെ പറയണേ, തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ഇടാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ പ്രോത്സാഹനം അത്യാവശ്യം. തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പും നീരും പുളിയൊക്കെ നോക്കട്ടെ കേട്ടോ. സംഭവം സൂപ്പറായിട്ടാണ്, സ്ഥലമായിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ച് മൂടണ്ട. ഇനിയും തുറന്ന് വെച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇങ്ങനെ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പരുവത്തിൽ നമുക്ക് എടുക്കാം. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടണമെന്ന് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മുരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആക്കുന്നത് ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് ആട്ടോ. ആര് അപ്പോൾ നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വായിലിപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. എന്താ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. തീർച്ചയായിട്ടും വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.